ഹായ്, വെൽക്കം ടു അവർ ഫസ്റ്റ് പവർ ബി ഐ സെഷൻ. എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ കവർ ചെയ്യുന്നത്? ഒന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ബിസിനസ് ഇൻ്റലിജൻസ്, പിന്നെ നമ്മുടെ പവർ ബി ഐയുടെ പ്രോജക്ട്സിനെ കുറിച്ചിട്ടുള്ളൊരു ഓവർവ്യൂ, പവർ ബി ഐയുടെ കോമ്പണൻസ്, ആൻഡ് ദെൻ എങ്ങനെയാണ് പവർ ബി ഐ ഡേറ്റയെ ഇൻസൈറ്റ്സ് ആയിട്ട് മാറ്റുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയാണ്, പവർ ബി ഐ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, പിന്നെ അതിനുശേഷം പവർ ബി ഐയുടെ ഡെസ്ക്ടോപ്പിൻ്റെ ഒരു യു ഐ ഓവർവ്യൂ ആണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ Power BI for financial analytics. All right. So, what is Power BI? എന്താണ് പവർ ബി ഐ? പവർ ബി ഐ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡേറ്റ വിഷ്വലൈസേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഡേറ്റ വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് പവർ ബി ഐ. മൈക്രോസോഫ്റ്റ് ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പ്രൈമർലി പവർ ബി ഐ ഈസ് യൂസ്ഡ് ഫോർ ബിസിനസ് ഇൻ്റലിജൻസ്. അപ്പോൾ ഇവിടെയാണ് ഒരു ക്വസ്റ്റ്യൻ, എന്താണ് ഈ ഒരു ബിസിനസ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്, അല്ലേ? വാട്ട് ഈസ് ബിസിനസ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്? അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് അതിനൊരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാം. നമുക്കിപ്പോൾ ഏതൊരു ബിസിനസ് ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ, ഒരു IT ഫേം ആയിക്കോട്ടെ, എല്ലാ ബിസിനസ്സിനും അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കസ്റ്റമർ ഗ്രോ ആവുന്നുണ്ടോ, റവന്യൂ ഗ്രോത്ത് എങ്ങനെയാണ്, എക്സ്പെൻസ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, നെറ്റ് ക്യാഷ് ഫ്ലോ എങ്ങനെയാണ്, വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എങ്ങനെയാണ് ഇയർ ഓവർ ഇയർ. ഇതൊക്കെ എല്ലാ ബിസിനസ്സിനും അറിയേണ്ട കാര്യങ്ങളാണ്, അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ബിസിനസ്സിന് ഡിസിഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. ഇനി എന്തിനാണ് ഡിസിഷൻസ് എടുക്കുന്നത്? അപ്പോൾ നമുക്ക് ഡിസിഷൻസ് എടുത്തിട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് അൺഹാപ്പി ആവും. ഒരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ, കസ്റ്റമർ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോറിൽ ചെല്ലുന്ന സമയത്ത് ആ പ്രോഡക്റ്റ് അവൈലബിൾ അല്ല. ഒബ്വിയസ്ലി പിന്നെ ചിലപ്പോൾ ആ കസ്റ്റമർ തിരിച്ച് വരണമെന്നില്ല, അല്ലേ? അതല്ലെങ്കിൽ അവിടുത്തെ ഒരു വെയിറ്റ് ടൈം വളരെ കൂടുതലാണെങ്കിൽ കസ്റ്റമേഴ്സ് അൺഹാപ്പി ആവാം. ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി മോശമാണെങ്കിൽ സെയിൽസ് റിട്ടേൺസ് കൂടാം, കസ്റ്റമേഴ്സ് അൺഹാപ്പി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് വേണ്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസിഷൻസ് എടുക്കാനാണ്. ഡിസിഷൻസ് എടുത്തിട്ടില്ലെങ്കിൽ അൺഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ടാവാം. അൺഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ് നമുക്ക് ഡിക്ലൈൻ ആവും. അത് നമ്മുടെ ക്യാഷ് ഫ്ലോയും പ്രോഫിറ്റബിലിറ്റിയും ബാധിക്കും. അങ്ങനെ നമ്മുടെ ഗ്രാജ്വലി നമ്മുടെ മാർക്കറ്റ് ഷെയർ ഡ്രോപ്പ് ചെയ്യാം, അല്ലേ? അപ്പം എല്ലാ ബിസിനസ്സിനും ടൈംലി ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കണം. സോ ഇങ്ങനെ ഡിസിഷൻസ് എടുക്കണമെങ്കിൽ ബിസിനസ്സിന് എന്താ വേണ്ടത്? ഇങ്ങനെ ഡിസിഷൻസ് എടുക്കണമെങ്കിൽ ബിസിനസ്സിന് ഇൻസൈറ്റ്സ് വേണം. അപ്പോൾ എന്താണ് ഈ ഇൻസൈറ്റ്സ് എന്ന് പറയുന്നത്? ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് നമുക്ക് സെയിൽസ് കുറയുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, എന്താണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് നമ്മുടെ എക്സ്പെൻസസ് കൂടുന്നത്, എന്തുകൊണ്ട് ക്യാഷ് ഫ്ലോ കുറയുന്നത്, ഈ കാര്യങ്ങളൊക്കെ ആ ഒരു ബിസിനസ്സിന് ആ ഒരു ഇൻസൈറ്റ്സ് വേണം. പക്ഷേ എവിടെ നിന്നാണ് ഈ ഇൻസൈറ്റ്സ് വരുന്നത്? ഈ ഇൻസൈറ്റ്സ് വരുന്നത് ഡേറ്റയിൽ നിന്നാണ്. അപ്പോൾ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ബിസിനസ്സിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്, അല്ലേ? നമുക്ക് സെയിൽസ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവാം, പർച്ചേസ് ട്രാൻസാക്ഷൻ ഉണ്ടാവാം, എക്സ്പെൻസസ് ഉണ്ട്, മാർക്കറ്റിംഗ് ഡേറ്റ ഉണ്ടാവാം, സോഷ്യൽ മീഡിയ ഡേറ്റയുണ്ട്, HR ഡേറ്റയുണ്ട്, ഓപ്പറേഷൻസ് ഡേറ്റയുണ്ട്. ഇങ്ങനെ ഒരുപാട് ഡേറ്റ ഒരു ദിവസം ജനറേറ്റ് ആവുന്നുണ്ട്. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ബില്ലടിക്കുന്നത്, ഫാർമസി സെയിൽസ്, ലാബ് സെയിൽസ്, അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന പൈസ, ഇങ്ങനെ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. ഇതെല്ലാം ഡേറ്റയായിട്ട് എവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്? പല പ്ലേസസിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അത് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് എക്സലിലാവാം, ടെക്സ്റ്റ് ഫയൽസ് ആയിട്ടാവാം, PDF സ്റ്റോർ ചെയ്യുന്നുണ്ടാവാം, ഡേറ്റാ ബേസസിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടാവാം, അവരുടെ ERPയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലോക്കൽ ഡേറ്റാ ബേസസിലോ സ്റ്റോർ ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ ഈ ഡേറ്റയെ എന്താ നമ്മൾ ചെയ്യുന്നത്? ഈ ഡേറ്റയിൽ നിന്നാണ് ഇൻസൈറ്റ്സിനെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ആ ഇൻസൈറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബിസിനസ് ചെയ്യുന്നത്, ബിസിനസ് ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പോൾ ബിസിനസ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റോ ഡേറ്റയെ ആക്ഷണബിൾ ഇൻസൈറ്റ്സ് ആയിട്ട് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് മാറ്റുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ബിസിനസ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതായത് റോ ഡേറ്റയെ നമ്മൾ ആക്ഷണബിൾ ഇൻസൈറ്റ്സ് ആയിട്ട് ഒരു ടെക്നോളജിയുടെ സഹായത്തോടെ മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് ബിസിനസ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. പവർ BI എന്ന് പറയുന്നത് ഈ റോ ഡേറ്റയെ ഇൻസൈറ്റ്സ് ആയിട്ട് മാറ്റാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, എനേബിൾ ചെയ്യുന്ന ഒരു വിഷ്വലൈസേഷൻ ബിസിനസ് ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ പവർ BI മാത്രമാണോ ഇങ്ങനെയൊരു ബിസിനസ് ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർ? അല്ല, വേറെയും ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ട്. ടാബ്ലോ, എക്സൽ, ലൂക്കർ, കോഗ്നോസ്, സോഹ അനലിറ്റിക്സ്, ക്ലിക്ക് സെൻസ്, ഇങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ട്. ബട്ട്
പവർ ബി ഐ ഈസ് ദ മോസ്റ്റ് പോപ്പുലർ സോഫ്റ്റ്വെയർ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ പിന്നെ പഠിക്കാൻ വളരെ എളുപ്പമാണ് പവർ ബി ഐ. ഓക്കെ, ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിലൊക്കെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. സോ അതുകൊണ്ട് തന്നെ പിന്നെ മൈക്രോസോഫ്റ്റിൻ്റെ പ്രോഡക്റ്റാണ്, അതുകൊണ്ട് തന്നെ പവർ ബി ഐ വളരെ വളരെ പോപ്പുലറാണ്.